കരുനാഗപ്പള്ളി നഗരസഭാ ഭരണത്തിനെതിരെ UDF കുറ്റപത്രം സമർപ്പിക്കുന്നു. നഗരസഭയിലെ 10 വർഷത്തെ ഇടതുഭരണത്തിന്റെ പോരായ്മകളും പരാജയങ്ങളുമാണ് കുറ്റപത്രമായി സമർപ്പിക്കുന്നത്. ബുധനാഴ്ച കോൺഗ്രസ് ഭവനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന് UDF നേതാക്കൾ അറിയിച്ചു. 10 വർഷമായി അധികാരത്തിലുള്ള LDF ഭരണസമിതി കരുനാഗപ്പള്ളിയുടെ വളർച്ചയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ഭരണത്തിനെതിരെ UDF കുറ്റപത്രം സമർപ്പിക്കുന്നത്. നഗരസഭയിലെ 10 വർഷത്തെ ഇടതുഭരണത്തിന്റെ പോരായ്മകളും പരാജയങ്ങളും കുറ്റപത്രമായി സമർപ്പിക്കും. 27 രാവിലെ 9 കോൺഗ്രസ് ഭവനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുകയെന്ന് UDF നേതാക്കൾ പറഞ്ഞു. കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. UDF കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കുറ്റപത്രം ഇവിടെ സമർപ്പിക്കുകയാണ്. ഈ കുറ്റപത്രം 27 രാവിലെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഒരു പ്രകടനമായി പോയി അവിടെ വെച്ച് പ്രഖ്യാപിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. 27 രാവിലെ 9 മണിക്ക് കരുനാഗപ്പള്ളി കോൺഗ്രസ് ഓഫീസിൽ നിന്നും UDFന്റെ 1000-ഓളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി നഗരസഭയിലേക്ക് പോവുകയാണ്. കരുനാഗപ്പള്ളി തലകമാക്കുന്ന നഗരസഭ ജനങ്ങൾക്ക് ഒരു വെല്ലുവിളി എന്നാണ് ഞങ്ങളുടെ ഈ ആക്ഷേപത്തിന്റെ തലക്കെട്ട്. CR മഹേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. നഗരത്തിൽ ശുദ്ധജലം കിട്ടാക്കനിയായി, ഭവന പദ്ധതികൾ പൂർത്തീകരിക്കാനായില്ല, തെരുവുവിളക്കുകൾ പ്രകാശിക്കുന്നില്ല, റോഡുകൾ തകർന്നു, താലൂക്ക് ആശുപത്രി വികസനം എങ്ങുമെത്തിയില്ല. UDF ഭരണകാലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം വാങ്ങുകയും പദ്ധതി അനുവദിക്കുകയും ചെയ്തിട്ടും ഇതുവരെയും തുടങ്ങാൻ സാധിച്ചില്ല. 7 നിലകളിലായി വിഭാവനം ചെയ്ത നഗരസഭാ ടവർ 3 നിലകളിൽ മാത്രമാണ് നിർമ്മിച്ചത്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കുട്ടികളുടെ പാർക്കും സ്റ്റേഡിയവും സ്വപ്നമായി അവശേഷിക്കുന്നു. നഗരത്തിന്റെ ഭരണം മുരടിപ്പിക്കുകയാണ് ഭരണകർത്താക്കൾ ചെയ്യുന്നതെന്ന് UDF നേതാക്കളായ KG രവി, KA ജവാദ്, M അൻസാർ, താഷ്കന്റ് കാട്ടുശ്ശേരി, P രാജു, R ദേവരാജൻ, സുരേഷ് പനക്കുളങ്ങര, TP സലിംകുമാർ, ജോയി വർഗീസ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി നഗരസഭാ വികസന രംഗത്ത് മുരടിപ്പിലാണ്. നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതികളോ പരിപാടികളോ ആസൂത്രണം ചെയ്യാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. 10 വർഷത്തെ ഭരണപരാജയവും വികസന പോരായ്മകളും ഒരു കുറ്റപത്രമായി പൊതുജന സമർപ്പിക്കുകയാണ്. നഗരസഭാ പ്രദേശത്തിന്റെ 75% തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ശുദ്ധ ജല ദൗർലഭ്യവും വളരെ കൂടുതലാണ്. നഗരസഭാ പ്രദേശം മുഴുവൻ ശുദ്ധജല കുറവ് അതിരൂക്ഷമാണ്. കുഴൽക്കിണറുകൾ മുഴുവൻ പ്രവർത്തനരഹിതമാണ്. റിപ്പയർ ചെയ്യുവാനും പുതിയ സ്ഥാപിക്കുവാനും നടപടിയില്ല. പൊതുകിണറുകളും തുറസായ കിണറുകളും കാലാകാലങ്ങളിൽ ശുചിയായി പ്രവർത്തിക്കുന്നില്ല. അമൃത് പദ്ധതി നടപ്പാക്കാനുള്ള LDF ഭരണസമിതിയുടെ വാഗ്ദാനം 10 വർഷമായിട്ടും UDF ഭരണസമിതി തീരുമാനം 10 വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ല. പിന്നെ അത് മുന്നോട്ട് പോയി. അന്ന് ഫയർ സ്റ്റേഷന് വേണ്ടിയും കൂടെ ഒരു 30 സെന്റ് സ്ഥലം അവിടെ നടന്നുകൊണ്ട് അവർ പിന്നെ റോഡ് ആക്സസ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ റോഡ് മാർക്കറ്റിൽ കൂടെ നോക്കിയിരുന്ന വലിയ റോഡാണ്. അത് ഏത് വഴിക്ക് വരാമല്ലോ. പുതിയ ഇവിടെ വരാം, പുള്ളിമാൻ ജംഗ്ഷനിൽ കൂടെ വരാം, ഹൈസ്കൂൾ ജംഗ്ഷനിൽ കൂടെ മാർക്കറ്റിൽ നിന്ന് വരാം, ആലുമുട്ടിൽ വരാം, ഏത് വഴിക്കൂടെ വരാം. കോടതി വേണമെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കാറുണ്ടായിരുന്നു. അത് IHRDക്കാരുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടായിരുന്നു. അത് പോളിടെക്നിക്കിലേക്ക് മാറ്റിക്കോളാമെന്ന് അവർ സമ്മതിച്ച് എഴുതിക്കൊടുത്തു. IHR ഡയറക്ടറായ യോഗത്തിൽ പങ്കെടുത്ത് സമ്മതിച്ചു. അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.